വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ എൻ്റെ ഫാമിൽ പോത്തുകളൊക്കെ അതേ പാടത്തേക്ക് പോകാനായിട്ട് റെഡി ആയി നിൽക്കുകയാണ് കേട്ടോ. എല്ലാവരും ഫാമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. കുറേ പേരൊക്കെ പോയി, കുറച്ച് പേര് ഇവിടെ നിൽപ്പുണ്ട്. ഇവരൊക്കെ ഫാമിൻ്റെ അടുത്ത പാടത്തേക്ക് ഉള്ളവരാണ്. ഞാൻ മുൻപ് പറഞ്ഞിരുന്നു, ഇപ്പം ഞാൻ എൻ്റെ പോത്തുകളെ വീഡിയോ ഇടണതും എല്ലാ പോത്തുകളും ഒരുമിച്ച് കാണിക്കുന്നതും ഒക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങാനോ അല്ലെങ്കിൽ ഫാം തന്നെയാണോ എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങാനുള്ളൊരു പ്രചോദനമാവണമെങ്കിൽ ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. എനിക്കിപ്പം എൻ്റെ വീഡിയോയുടെ റെസ്പോൺസൊക്കെ കാണുമ്പോൾ വളരെ നല്ല പോസിറ്റീവായിട്ടാണ് ഒരുപാട് പേര് ഉൾക്കൊണ്ടിട്ടുള്ളത്. പിന്നെ കുറച്ച് പേര് എപ്പോഴും ഒരു വിഷമയമായിട്ടുള്ള മനസ്സുള്ളവരുണ്ടാവും, അവരെ നമ്മൾ മൈൻഡ് ചെയ്യണ്ട. അങ്ങനെ കുറച്ച് പേരുണ്ടായിരിക്കും. ബിസിനസ് ചെയ്യുന്ന എല്ലാവരും ഒരുപാട് പ്രശ്നങ്ങൾ തരണം ചെയ്തിട്ട് തന്നെയാണ് ഇതുവരെ എത്തിയിട്ടുണ്ടായിരിക്കുക. ഒരുപാട് നമ്മൾ പറയുന്ന പോലെയല്ല, അനുഭവിച്ചവർക്ക് മാത്രമേ അതറിയാൻ പറ്റുള്ളൂ. കഴിഞ്ഞ ദിവസം എനിക്കറിയാത്തൊരു സുഹൃത്ത് അയച്ച ഒരു കമൻ്റാണ് കേട്ടോ അത്. എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. കുറച്ച് ടെൻഷൻ്റെ ഇടയിൽ ആയിരുന്നു ഞാൻ പെട്ടെന്ന് കമൻ്റ് എടുത്തപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. അവർക്ക് സപ്പോർട്ടില്ലാണ്ടും അത് ചെയ്യാനുള്ളൊരു നിശ്ചയദാർഢ്യം അത് കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. എൻ്റെ ഒരു വീഡിയോ കണ്ടിട്ട് ഒരു ചെറുതെങ്കിലും ഒരു പോസിറ്റീവ് എനർജി തോന്നി, അതെൻ്റെ ഒരു വലിയൊരു വിജയം തന്നെയാണ്. ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. എൻ്റെ ഈ ഒരു ഫാം കണ്ടിട്ട് ഒരുപാട് പേര് പോസിറ്റീവായി എടുക്കുന്നുണ്ടെങ്കിൽ എനിക്കതൊരു വലിയൊരു സന്തോഷം തന്നെയാണ്. അതിനെനിക്ക് എല്ലാവരോടും ഒരു നന്ദിയുണ്ട്. ഇപ്പോൾ ആ സുഹൃത്ത് ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടും ഫാം തുടങ്ങും എന്നുള്ളൊരു നിശ്ചയദാർഢ്യം, ഒരു കോൺഫിഡൻസ് ഉണ്ട് ആൾക്ക്. അപ്പോൾ അതുമാതിരി ആ സുഹൃത്തിനും ഇപ്പോൾ പുതിയതായിട്ട് ഫാം തുടങ്ങാൻ പോകുന്നവർക്കും വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. നമ്മൾ കുറച്ച് പോത്തിനെ വാങ്ങുമ്പോൾ മെയിനായിട്ട് നമുക്ക് ആവശ്യം, നമ്മളിപ്പോൾ മേടിച്ചിട്ട് മിനിമം നമ്മൾ ഒരു വർഷമെങ്കിലും അതിനെ നോക്കണം. ഒരു വർഷം 1.5 വർഷമൊക്കെ നോക്കിയിട്ടായിരിക്കും കൊടുക്കുക. അപ്പോൾ അതുവരെ നമുക്കൊരു വരുമാനം എന്തായാലും വേണം. കാരണം ഇവർ വാങ്ങിച്ചിട്ട് നമുക്ക് വിൽക്കണ വരെ വേറൊരു വരുമാനം ഇല്ലെങ്കിൽ ഇവരെ നോക്കാൻ നമുക്ക് പറ്റില്ല. ഞാൻ പറഞ്ഞിരുന്നു, ഫസ്റ്റ് 10 ഞാൻ മേടിക്കുമ്പോൾ വേറൊരു ബിസിനസ്സിൻ്റെ ഇടയിൽ കൂടിയാണ് ഞാൻ മേടിച്ചിരുന്നത്. അപ്പോൾ എൻ്റെ ബിസിനസ് നടക്കുന്നുണ്ടായിരുന്നു. ഈ പോത്തുകൾ 10 ഫസ്റ്റ് 8 വർഷത്തോളമായി ഏകദേശം. ആ സമയത്ത് 10 വാങ്ങിച്ച സമയത്ത് എനിക്ക് വേറൊരു വരുമാനം ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഇവർക്ക് ഇടയിൽ തീറ്റ വാങ്ങിച്ച് കൊടുക്കണ്ടായിരുന്നു, പണിക്കാർക്ക് പൈസ കൊടുക്കണം, പിന്നെ ഇവർക്ക് എന്തെങ്കിലും അസുഖം വന്നാൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം, വണ്ടി വിളിച്ചിട്ട് കൊണ്ടുപോകണം, മരുന്ന് മേടിക്കണം. പിന്നെ നമ്മുടെ കാര്യങ്ങൾ, ഓരോ ചിലവുകൾ നമുക്ക് വീട്ടിലുണ്ടാവുമല്ലോ, നമ്മുടെ ചിലവുകളും നടക്കണം. അപ്പോൾ ഇവർ ഒരു വർഷം കഴിഞ്ഞ് വിൽക്കുമ്പോഴാണ് നമുക്കൊരു നല്ലൊരു എമൗണ്ട് കിട്ടുക. പക്ഷെ അതുവരെ നമുക്ക് വേറൊരു വരുമാനം ഇല്ലെങ്കിൽ ഇവരെ നോക്കിക്കൊണ്ട് മുന്നോട്ട് പോവുക ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോഴാണ് നമുക്ക് സാമ്പത്തിക ബാധ്യതകൾ നന്നായിട്ട് വരിക. വേറൊരു വരുമാനം ഇല്ലാണ്ട് ഇപ്പോൾ ഒരു 20 പോത്തിനെ മേടിച്ച് അല്ലെങ്കിൽ കുറച്ചധികം പോത്തിനെ വാങ്ങിച്ചിട്ട് ഇതിൻ്റെ പിന്നാലെ തന്നെ നമ്മൾ വേറൊരു ജോലി ഇല്ലാണ്ട് നിൽക്കുമ്പോൾ വലിയൊരു സാമ്പത്തിക ബാധ്യത വരും. പിന്നെ അത് തീർക്കാൻ നമ്മൾ വേറെ സ്ഥലത്തു നിന്ന് മേടിക്കും, അത് തീർക്കാൻ വേറൊരു സ്ഥലത്തു നിന്ന് മേടിക്കും. അങ്ങനെ മേടിച്ച് കൂട്ടുമ്പോൾ നമ്മൾ പോത്തിനെ വിൽക്കുമ്പോൾ നമുക്ക് ബാക്കിയൊന്നും കയ്യിൽ കാണില്ല. ഇനിയിപ്പോൾ വേറൊരു ജോലിയും ബിസിനസ്സൊന്നും ഇല്ലെങ്കിൽ തന്നെ നമുക്ക് ഇവരെ കൂടെ നമുക്ക് ഒന്നിലെ ചെറിയ പോത്തുകുട്ടികളോ ചെറിയ എരുമക്കുട്ടികളോ അല്ലെങ്കിൽ വേറെ എരുമകളെ വാങ്ങിച്ച് സെയിൽ ചെയ്യുക. ഇപ്പോൾ മെയിനായിട്ട് വലിയ പോത്തുകളെ നമ്മൾ വർഷത്തിലൊരിക്കൽ 1.5 വർഷം 1 വർഷം നോക്കിയിട്ട് വിൽക്കുക. അത് എന്തായാലും ഒരു വലുതായി വിൽക്കുമ്പോൾ നല്ലൊരു എമൗണ്ട് കിട്ടും. അപ്പോൾ അതിൻ്റെ സൈഡിൽ കൂടെ നമ്മൾ എരുമകളോ അല്ലെങ്കിൽ ആടുകളോ എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഇടയ്ക്ക് വാങ്ങി മാസത്തിൽ ഇങ്ങനെ സെയിൽ ചെയ്തുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ പിന്നെ നമുക്ക് പണിക്കാരെ കൂലിയും ഇവരുടെ തീറ്റയുടെ ചിലവും ഒക്കെ ഇങ്ങനെ നടന്നു പോവും. അപ്പോൾ നമുക്ക് ആ വർഷം വിൽക്കണ പോത്തിൻ്റെ പൈസ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. പിന്നെ പോത്തിൻ്റെ ബിസിനസ് നടത്തിയിട്ട് കുറേ പേര് കടക്കണി വമ്പിച്ച സാമ്പത്തിക ബാധ്യത ഉള്ളവർ എനിക്കറിയാം. പോത്ത് ബിസിനസ് നടത്തി ആത്മഹത്യ ചെയ്ത വ്യക്തികളെ എനിക്കറിയാം. അപ്പോൾ ഒരുപാട് വിജയിച്ച വ്യക്തികളെ എനിക്കറിയാം. ബിസിനസ്സിൽ നഷ്ടമുണ്ടാവാൻ എളുപ്പമാണ്, ഒരു ബിസിനസ് വിജയിച്ച് കയറാനാണ് ഇത്തിരി ബുദ്ധിമുട്ട്. ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഇവരെ ഡെയിലി നോക്കാനുള്ളൊരു സാമ്പത്തിക വരുമാനം ഉണ്ടായാൽ മാത്രമേ ഫാം സ്റ്റാർട്ട് ചെയ്തിട്ട് കാര്യമുള്ളൂ. എനിക്കൊക്കെ ലക്ഷങ്ങളുടെ ചിലവ് തന്നെ വരും. ഇവരെ നമ്മൾ ജൂണിൽ വിൽക്കണ വരെ വേറെ അഡീഷണൽ വരുമാനം നിർബന്ധമായിട്ടുണ്ടാവണമെന്ന് പറയണത് എനിക്ക് ലക്ഷങ്ങളുടെ ചിലവ് തന്നെ ഇവരെ നോക്കാൻ വരുന്നുണ്ട്. അത് പണിക്കാരെ ശമ്പളമായാലും ഇവരെ തീറ്റ ചിലവായാലും ഇവർക്ക് പലവിധ മരുന്നുകൾ വാങ്ങിച്ച് കൊടുക്കേണ്ടി വന്നതായാലും എല്ലാം കൂടിയിട്ട് നമുക്ക് നല്ലൊരു എമൗണ്ട് ചിലവ് വരുന്നുണ്ട്. അതും കൂടി ചിന്തിച്ചിട്ട് വേണം നമ്മൾ ഫാം സ്റ്റാർട്ട് ചെയ്യാനായിട്ട്.
പിന്നെ കെട്ടിട്ട് വളർത്താൻ എളുപ്പമാണ്. കെട്ടിട്ട് നമ്മൾ ഇങ്ങോട്ട് പോയാൽ മതി. ഇപ്പോൾ ഒരു 5 പോത്തുണ്ടെങ്കിൽ രാവിലെ കെട്ടിട്ടു, ഉച്ചയ്ക്ക് ചെന്ന് നോക്കി, വൈകിട്ട് കെട്ടഴിച്ച് കൊണ്ട് ആ പരിപാടി കഴിഞ്ഞു. പക്ഷേ അവരത്ര നന്നായി വളരണമെന്നില്ല. ഞങ്ങളുടെ പോത്തുകളൊക്കെ ഫസ്റ്റ് ചെറിയ പോത്ത്, എല്ലാ വീഡിയോയിലും കാണിക്കുന്ന പോത്തുകൾ തന്നെയാണിത്. ഫസ്റ്റ് ഞാൻ ഒരു 5-6 മാസം മുന്നേ ചെറിയ കുട്ടികളായിരുന്നു. ഇവരൊക്കെ ഇപ്പോൾ നല്ല വളർച്ച. ഞാൻ ഓരോ ദിവസത്തെ അന്നത്തെ വീഡിയോ ആണ് കാണിക്കണത്. അപ്പം ഞാനിങ്ങനെ അഴിച്ച് വിട്ട് ഇങ്ങനെ തീറ്റി അവരെ നോക്കാനോ ആളുണ്ട്. നമ്മൾ നന്നായി നോക്കണുണ്ട് അവരെ എല്ലാവരെയും. ഇതിൽ ഒരാൾക്ക് പോലും ചെറിയൊരു മുറിവോ പൊട്ടലോ വന്നാൽ ഞങ്ങൾക്ക് അന്നാന്ന് തന്നെ അറിയാൻ പറ്റും. ഞങ്ങൾ അത്രയും നന്നായി നോക്കിയിട്ടാണ് ഇവരെ പാടത്തേക്ക് വിടുന്നത്. രാവിലെയും വൈകിട്ടും ഇടയിലൊക്കെ ഇവരെ എല്ലാവരും നമ്മൾ നന്നായി നോക്കും. വല്ല മുറിവുണ്ടോ, വല്ല പ്രശ്നങ്ങളുണ്ടോ, അവർക്ക് വല്ല വേദന ഉണ്ടോ എന്നൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. നമ്മുടെ കയ്യിൽ മുറിവിനുള്ള മരുന്നും അങ്ങനെ വേദനയ്ക്കുള്ള മരുന്നും എപ്പോഴും സ്റ്റോക്കാണ്. ഇവരുടെ മരുന്നൊക്കെ അത്യാവശ്യം വേണ്ട മരുന്നുകളൊക്കെ നമ്മുടെ കയ്യിൽ എപ്പോഴും സ്റ്റോക്കാണ്. പിന്നെ ഇവർക്ക് ഡോക്ടറെ അടുത്ത് നിന്ന് ഇടയ്ക്കിടയ്ക്ക് ടോണിക്ക് വാങ്ങിച്ച് വെക്കും. ഇവിടെ മൃഗാശുപത്രി അടുത്തുണ്ട്. അവിടെ നിന്ന് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ടോണിക്കുകൾ ഇഷ്ടം പോലെ വാങ്ങിച്ച് വെക്കും. അപ്പോൾ അവർക്ക് ക്ഷീണം തോന്നി കഴിഞ്ഞാൽ അത് കൊടുക്കാറുണ്ട്. പിന്നെ ചിലവർക്ക് കണ്ണിലാണ് ഇടയ്ക്ക് പീള കെട്ടാറ്. അതിനുള്ള മരുന്നുണ്ട് കണ്ണിൽ ഒഴിക്കാനുള്ളത്. അത് നമ്മുടെ കയ്യിൽ ഇഷ്ടം പോലെ സ്റ്റോക്ക് വാങ്ങിച്ച് വെക്കും. ഇവർക്ക് പൊതുവായിട്ട് വരുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊക്കെ നമ്മുടെ കയ്യിൽ മരുന്ന് എപ്പോഴും ഞാൻ സ്ഥിരമായിട്ട് ഡോക്ടറെ കണ്ട് വാങ്ങിച്ച് വെക്കാറുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഫസ്റ്റ് നമുക്ക് നല്ല ബുദ്ധിമുട്ട് തോന്നുന്നു വെച്ചാലും കുറച്ച് നാൾ കഴിഞ്ഞാൽ ഇവർ നമ്മളോട് നന്നായിട്ട് ഇണങ്ങും. പിന്നെ പുതിയത് വന്നാലും അവരെ കൂടെ അങ്ങോട്ട് ഇണങ്ങി അങ്ങോട്ട് പോയിക്കോളും. എനിക്ക് പോത്തിൻ്റെ ബിസിനസ് നടത്തിയിട്ട് ഇതുവരെ നഷ്ടം വന്നിട്ടില്ല. നല്ല രീതി തന്നെയാണ് പോണത്. എൻ്റെ ഈ വളർത്തുന്ന രീതി കാരണമാണ് അത് നല്ല രീതിയിൽ പോണത്. പക്ഷെ അത് വിൽക്കണ വരയ്ക്ക് ഞാൻ പറഞ്ഞില്ലേ, ഈ ചിലവുകളൊക്കെ നമ്മൾ കാണണം. അത് ഞാൻ ചിലവ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോത്തുകുട്ടികളെ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ സെയിലുണ്ടായിരുന്നു. ഇപ്പോൾ ലോഡ് നന്നായി പിടിക്കണം കാരണം ഇപ്പോൾ അത് ഇറക്കണില്ല. ഇതുവരെ എൻ്റെ പോത്തുകളൊന്നും അങ്ങനെ ചത്തു പോയിട്ടൊന്നുമില്ല. നല്ല രീതിയിൽ കൂടെ തന്നെ എല്ലാവരും ദൈവം സഹായിച്ചിട്ട് ഒന്നിനും ഒരു കുഴപ്പമുണ്ടായിട്ടില്ല. എല്ലാവരും നല്ല ആരോഗ്യത്തോട് കൂടിയിട്ട് ഇതുവരെ എനിക്ക് 8 വർഷമായിട്ട് കിട്ടിയിട്ടുണ്ട്. പല ഫാമിലും ഒരുപാട് പോത്തുകൾ ചത്തു എന്നൊക്കെ കേൾക്കുമ്പം എനിക്ക് ടെൻഷനാണ്. പക്ഷേ എനിക്ക് ഇതുവരെ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ തുടങ്ങാൻ വെച്ചൊരു പേടിക്കൊന്നും വേണ്ട. വീടിൻ്റെ അടുത്ത് നല്ല ഇങ്ങനെ ഇഷ്ടംപോലെ പാടം, ഇഷ്ടംപോലെ പുല്ലും വെള്ള സൗകര്യമൊക്കെ ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് തുടങ്ങാം. ഞാൻ പറഞ്ഞില്ലേ, അവരെ നോക്കാനുള്ള വിൽക്കണവർക്കുള്ള നോക്കാനുള്ള ഒരു വരുമാനം ഉണ്ടാവുക, ധാരാളം പുല്ലുണ്ടാവുക, ഇങ്ങനെ അഴിച്ചിട്ട് വളർത്താൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലത് അതാണ്. നമ്മൾ സൈഡിലൊക്കെ നിന്ന് അവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കയറി പോകേണ്ടത് ശ്രദ്ധിച്ചാൽ മതി. എന്തായാലും വിജയിക്കും. നമ്മൾ ഹാർഡ് വർക്ക് ചെയ്ത് വിജയിക്കുന്ന ഉറപ്പാണ്.